ഇനിയുള്ള മാസങ്ങൾ പൂക്കളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കളർഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് തികച്ചും യോജിച്ച ഒരു ചെടിയാണ് സീനിയ എന്ന നമ്മുടെ ഈ ചെടി. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് സീനിയയിൽ തന്നെ ഒരു വരി പെറ്റലുള്ളതാണ്. ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസും ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ വിത്തിൽ നിന്നാണ് സാധാരണ ഇതിന്റെ തൈകളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ചെടിയിൽ തന്നെ നിന്ന് ഇതിന്റെ പൂവ് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഇതിന്റെ സീഡ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ചെടി നട്ടുകൊടുത്താൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ടുള്ളത് ഡാലിയ ചെടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വാങ്ങാനായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പൂക്കളുടെ ഇതളുകളുടെ അറേഞ്ച്മെന്റ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ചെടിയിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി അങ്ങോട്ട് നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പൂക്കൾ നമ്മുടെ ഈ ചെടിയിൽ ഉണ്ടാകും. എന്നാൽ മണ്ണൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഷെയ്ഡിലൊക്കെ വെച്ച് ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ടുള്ള ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കടലാസ് ചെടിയാണ്. കടലാസ് ചെടി അല്ലെങ്കിൽ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന നമ്മുടെ ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഇനി അങ്ങോട്ടുണ്ടാകും. കാരണം നല്ല ചൂടുള്ള സമയത്താണ് ഈ ചെടി പൂക്കുന്നത്. ഇനി നിങ്ങളുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ചെടി വെച്ചു കൊടുക്കുക. എന്നാൽ ചിലർ പറയാറുണ്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ചെടി ഇരിക്കുന്നെങ്കിലും പൂക്കൾ ഉണ്ടാവുന്നില്ലെന്ന്. അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓവർ വാട്ടറിംഗ് ആണ്. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഈ ചെടിക്ക്. എപ്പോഴാണോ മണ്ണ് ഡ്രൈ ആവുന്നത് അപ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബൊഗെയിൻവില്ല ചെടി പിടിച്ചു കിട്ടുന്നില്ലെന്ന് പറയുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കുക. അധികം മൂത്ത കമ്പോ അല്ലെങ്കിൽ ഇളയ കമ്പോ തിരഞ്ഞെടുക്കരുത്. ഒരു പെൻസിലിന്റെ കനത്തിലുള്ള കമ്പ് എടുത്താൽ മതി. അതുപോലെ തന്നെ നടുവാനായിട്ട് മഴക്കാലമായിരിക്കും നല്ലത്. എല്ലാ സമയത്തും നമ്മൾ നട്ടുകൊടുത്താൽ ചെടി പിടിക്കണമെന്നില്ല. ചെടി ഭംഗിയോടെ നിൽക്കാൻ വേണ്ടി പ്രൂണിങ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നീണ്ടു പോയിട്ടുള്ള കമ്പുകളൊക്കെ നമ്മളൊന്ന് കുറ്റിയാക്കിയിട്ട് വെട്ടി ഒതുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചെടിയെ മാത്രം മതി നമ്മുടെ ഗാർഡൻ ഫുൾ പൂക്കൾ കൊണ്ട് നിറയാനായിട്ട്. പിന്നെ ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ചെടി കൂടിയാണിത്. വളരെ ലെസ് കെയർ മാത്രം നമുക്ക് ഈ ചെടിക്ക് കൊടുക്കേണ്ടതുള്ളൂ. അത് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ്. അടുത്തതായിട്ടുള്ള നമ്മുടെ ചെടി സീസണൽ ചെടിയായ ഡയാന്തസ് എന്ന ചെടിയാണ്. ഇതിൽ തന്നെ ഒരു ലെയർ വരുന്ന പൂക്കളുണ്ട്, അതുപോലെ ഒരുപാട് ലെയേഴ്സും വരുന്നതുമുണ്ട്. ഈ ചെടിയിലും ധാരാളം വെറൈറ്റീസ് കാണുന്നുണ്ട്. ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ ഒക്കെ ഉള്ള നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഡയാന്തസും. ഇനിയുള്ള മാസങ്ങളിൽ പൂക്കൾ ഒരുപാട് ഉണ്ടാകും ഈ ചെടിയിലും. അപ്പോൾ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തു തുടങ്ങുമ്പോഴാണ് ഈ ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടി ചീഞ്ഞു പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൂ വിരിഞ്ഞതിന് ശേഷം അതിന്റെ വാടിയ ഭാഗം നമ്മൾ നിർത്താൻ പാടില്ല. അതിനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കളയുക. വെയിലത്ത് വെക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ചെടിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് വേനൽക്കാലം ആകുന്നത് കൊണ്ട് തന്നെ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ചെടി വാടി വീഴും. അഡീനിയം അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് ആണ് അടുത്ത ഫ്ലവറിംഗ് പ്ലാന്റ്. ഈ ചെടി നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം മാത്രം മതി. ഒരുപാട് കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ധാരാളം പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടാവാറുണ്ട്. മഴയുള്ള സമയത്ത് മാത്രമേ ഇതിൽ പൂക്കളൊന്നും ഇല്ലാതെ കണ്ടിട്ടുള്ളൂ. ഈ ചെടിയെ പ്രൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അതിന്റെ ടിപ്പിലാണ് പൂക്കൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൂക്കളും കാണാം. ചെടി നീളത്തിൽ വളർന്നു വരുവാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കുക. അഡീനിയത്തിന്റെ പ്രൂണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ് ഇത്. ഈ ചെടിയും ഗാർഡനിങ്ങിലെ തുടക്കക്കാർക്ക് പറ്റിയ ഒരു ചെടിയാണ്. ഇതിന്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് വളർത്തിയെടുക്കാൻ കഴിയും. ഇതിന്റെ സ്റ്റെം കട്ട് ചെയ്തും അതുപോലെ തന്നെ വിത്തുകൾ പാകിയുമാണ് സാധാരണയായിട്ട് നമ്മൾ ഇതിന്റെ തൈകൾ വളർത്തിയെടുക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ മറ്റൊരു ചെടിയാണ് വിഷ് ബോൺ ഫ്ലവർ അല്ലെങ്കിൽ ടൊറേനിയ, നമ്മൾ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന നാടൻ വെറൈറ്റി ചെടി. ഈ ചെടിയുടെ യെല്ലോ കളർ, അതുപോലെ വയലറ്റ്, ബ്ലൂ, പിന്നെ ലൈറ്റ് പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടാവാറുണ്ട്. ഇതൊരു സീസണൽ ചെടി ആയതുകൊണ്ട് ഈ ചെടിയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ചെടി നശിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ മഴ സീസൺ ആകുമ്പോൾ ഇതിന്റെ തൈകൾ വളർന്നു വരാറുമുണ്ട്. പിന്നെ ഇതിനെ സ്പ്രിംഗ് സീസണിൽ നമുക്ക് വെയിലത്ത് വെക്കാം. 1-2 ദിവസങ്ങളിൽ നമുക്ക് നനച്ചും കൊടുക്കാം. എന്നാൽ സമ്മർ സീസണിൽ അതികഠിനമായ വെയിലാകുമ്പോൾ 2 നേരം നനച്ചു കൊടുത്താലും ഈ ചെടി ഒരു വാടിയ അവസ്ഥയിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് അത്ര കഠിനമായ വെയിലത്തേക്ക് ഇതിനെ വെക്കാതിരിക്കുക.
അടുത്തതായിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ട്രംപറ്റ് വൈൻ എന്ന ചെടിയാണ്. ഇതിന്റെ ഓറഞ്ച് കളർ, യെല്ലോ, പിങ്ക് കളറൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ യെല്ലോയും അതുപോലെ ഓറഞ്ച് ഷെയ്ഡും കൂടെ ഉള്ള പൂക്കളാണ്. ഇതിന്റെ പൂക്കളെ പോലെ തന്നെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ചെടിയിൽ. അത് മാത്രമല്ല, ചൂട് കൂടുമ്പോഴും നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ്. നമ്മൾ പ്രൂൺ ചെയ്ത് ഒരുപാട് ഹൈറ്റിൽ പോകാതെ നിർത്തുന്നതാണ് ഇതിന്റെ ഭംഗി. ഇപ്പോൾ നമ്മളിതിൽ കാണുന്ന പോലെ പ്രൂൺ ചെയ്ത് സ്റ്റെമ്മിനെ ഇതുപോലെ കട്ടിയുള്ളതാക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയോടുകൂടി നമ്മുടെ ചെടി നിൽക്കും. പിന്നെ മഴക്കാലത്താണെങ്കിലും ചെടി മഴ കൊള്ളുന്ന രീതിയിൽ വെച്ചാലും വലിയ പ്രശ്നമൊന്നും വരികയില്ല. പിന്നെ ഇത് മിക്കപ്പോഴും പൂവിടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ 2 മാസം കൂടുമ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചെടി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ജലവറ എന്ന ഈ ചെടി ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ വൈറ്റും അതുപോലെ റെഡ് കളറുമാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. വളരെ അധികമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മളിത് വെക്കരുത്. പ്രത്യേകിച്ച് ഉച്ച സമയത്തെ വെയിൽ കിട്ടിയാൽ നമ്മുടെ ചെടി പെട്ടെന്ന് വാടി വീഴും. അതുമാത്രമല്ല, ഫുൾ ഷെയ്ഡിലും വെക്കാൻ പാടില്ല. രാവിലത്തെയും വൈകിട്ടത്തെയും സൺലൈറ്റ് മാത്രം മതി ഇതിന് പൂക്കൾ ഉണ്ടാകാനായിട്ട്. കലാഞ്ചിയോ അല്ലെങ്കിൽ കലങ്കോയി എന്നൊക്കെ അറിയപ്പെടുന്ന കട്ട പൂക്കളുള്ള ചെടിയാണ് അടുത്തതായിട്ടുള്ളത്. ഇത് വ്യത്യസ്ത കളറിലായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണിത്. ലീഫ് കട്ടിങ്സും അതുപോലെ സ്റ്റെം കട്ടിങ്സും മതി ഇതിന്റെ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തൈ നമ്മൾ വാങ്ങി നട്ടാലും പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്റ്റെമ്മിന്റെ സൈഡിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വളർന്നു വരികയും ചെയ്യും. ഡിസംബർ മാസം മുതലേ ഈ ചെടിയിൽ പൂക്കൾ വന്നു തുടങ്ങും. ഒരു 1-1.5 മാസം വരെയും ഈ പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഈ ചെടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂക്കളൊക്കെ കൊഴിഞ്ഞു തീരാറാകുമ്പോൾ ആ പൂക്കളുടെ കൊലയോടുകൂടി തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ തണ്ട് പൊട്ടിക്കിളിച്ച് വരികയും ചെയ്യും. അത്യാവശ്യം വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഈ ചെടി. അപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാകും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ മാത്രമേ ഈ ചെടി നശിച്ചു പോകാറുള്ളൂ. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പോലും 1-2 ദിവസം കൂടുമ്പോൾ മാത്രം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. എത്രയൊക്കെ ചെടികളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഓർക്കിഡ് പൂക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മറ്റൊരു ചെടിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ ഈ ചെടിയെ വാങ്ങുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഡെൻഡ്രോബിയം ഉള്ള ഓർക്കിഡ്സിന് 350, 450 അങ്ങനെയുള്ള പല റേഞ്ചുകളിലാണ് നമുക്ക് നഴ്സറി ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഈ ഓർക്കിഡ് വാങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, ഇത് പൂക്കുമോ ഇല്ലയോ എന്നൊക്കെ. എന്നാൽ ഓർക്കിഡ് വളർത്തിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മളൊരു ഓർക്കിഡ് തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരികയില്ല. ഒന്നുകിൽ ഇതിനകത്ത് നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് മസ്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാത്രം മതി ചെടികൾക്ക് പൂക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം വെയിലും കൂടെ ലഭിക്കുകയാണെങ്കിൽ ഇതുപോലത്തുള്ള നല്ല മനോഹരമായ പൂക്കൾ നമ്മുടെ ചെടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓർക്കിഡ് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ആരും ചിന്തിക്കരുത്. ഇപ്പോൾ ഓർക്കിഡ് പൂക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ പല നഴ്സറി ഷോപ്പുകളിലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.